അസ്സലാമലൈക്കും. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു 3 മാസത്തോളമെങ്കിലും ആയിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം. അതെല്ലാ സ്ത്രീകളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രാവിലെ മുതലേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതെനിക്ക് കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ രാവിലെ തന്നെ വരുന്നത്. പക്ഷെ ഇക്കാടെ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി അല്ല. ഇക്കാക്ക് അവിടുത്തെ ഇൻചാർജാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വിളിച്ചാലും ചെല്ലണം. പണി കഴിഞ്ഞാൽ തിരിച്ചു പോരാം. പക്ഷെ ഇന്നലെ അത് പണി കഴിയാത്തത് കൊണ്ട് രാവിലെയായി വന്നപ്പോൾ ആകെ ടയേർഡായിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ആൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. വന്ന് ബാത്റൂമിൽ പോയി ഞാൻ ചായ ഇട്ട് ചെന്നപ്പോഴേക്കും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ക്ഷീണം കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് ചെയ്യുന്നത്. ഒരു ബിരിയാണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ ഉണ്ടായിരുന്നില്ല. എന്നാലും തൽക്കാലം ഉള്ളത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെച്ച് തുടങ്ങിയത്. രാവിലെ തന്നെ ഞാൻ ഫിഷൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചത്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. നേരത്തെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അലക്കാൻ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും വിചാരിച്ചാൽ അപ്പം തന്നെ ചെയ്യണം. അത് പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തോന്നി അപ്പം തന്നെ ഞാൻ അതെല്ലാം കഴുകിയിട്ടു. ഉണക്കാനായിട്ട് വിരിച്ചിട്ടിട്ടില്ല. ഇതെല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ബിരിയാണിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ടും ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് ഇടുന്നില്ല. നാട്ടിൽ നിന്ന് യുഎയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞെങ്കിലും എനിക്ക് ആ പഴയ ഒരു ഇതിലേക്ക് വരാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. കുട്ടികളെ 2 പേരെ നാട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ വീഡിയോസ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയില്ല. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോസിലുണ്ടെന്നറിയാം. എന്തൊക്കെയാണ് തിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവും വിധം ഞാൻ തിരുത്താം. സവോളയൊക്കെ ഞാൻ വാട്ടാൻ വെച്ചിട്ട് ചോറിനുള്ള അരി ഇടുന്നുണ്ട്. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. എനിക്ക് കുക്കറിൽ വെച്ചാലാണ് ഏറ്റവും ഇഷ്ടം. സ്പൈസസ് ഒക്കെ ഞാൻ മുമ്പ് കഴുകിയിട്ടല്ല ഇടാറ്, ഇപ്പോൾ കഴുകിയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിയതൊക്കെ ഇപ്പോഴാണെന്ന് പറയാം. ഞാൻ ശരിക്കും സംസാരിക്കുന്നത് ഇങ്ങനെയല്ല, പക്ഷെ എത്രയെല്ലാം ശ്രമിച്ചാലും ഇങ്ങനെ വരുന്നുള്ളൂ. ഏലക്കായ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അല്ലി മാത്രം ഇടുന്നതാണ് നല്ലതെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അല്ലി മാത്രം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചായയിലും ഞാനിപ്പോൾ അത് മാത്രമേ ഇടാറുള്ളൂ. അതിനിടയിൽ സവാളയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നേരത്തെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഈ കറിവേപ്പില സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചീത്തായി പോകാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പക്ഷേ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് പറയാം. ഒരു പ്ലേറ്റിലേക്ക് കറി ലീവ്സ് തണ്ടോടുകൂടി തന്നെ പൊട്ടിച്ചിട്ടു. എന്നിട്ട് അതൊന്ന് വെള്ളം തോരാനായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഫുൾ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കണ്ടെയ്നറിലേക്ക് അടച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയത്. ശരിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ടും പിന്നെ ഒനിയനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും ബിരിയാണിയിൽ കണ്ടില്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ദേഷ്യം പിടിക്കുവേ. അതുകൊണ്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ മടിയാണ്. ഓൾറെഡി ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ ജോലിയൊക്കെ ഒന്ന് ആനന്ദകരമാക്കാനായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് കഴിക്കുന്നുണ്ട്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയും എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ജോലി എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മസാലയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ഫിഷ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഫിഷിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. കുക്കറിൽ റൈസ് വേവിക്കുമ്പോൾ ഒരു വിസിൽ മാത്രമേ ഞാൻ വരുത്താറുള്ളൂ. വിസിൽ വന്ന ഉടനെ തന്നെ
ഞാനതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത നല്ല റൈസ് കിട്ടും. അതിനു മുകളിലായിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറി മസാലപ്പൊടിയാണ്. അതിനു മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് വന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുവേ. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ചെയ്ത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ അടച്ചു മൂടി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോളം ചെറിയ തീയിൽ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റൂമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. കുട്ടികൾ എഴുന്നേറ്റതിന് ശേഷം ബെഡ് ഒന്ന് ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇക്ക ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. കഴുകിയ തുണികളൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വിരിച്ചിടാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ എത്ര നനഞ്ഞ തുണികളാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പോഴേക്കും ഇക്കാക്കുള്ള ഭക്ഷണവും കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ബിരിയാണി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് വെക്കുന്ന ബിരിയാണിയേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ജോലിയിലേക്ക് എനിക്ക് കടക്കാനായിട്ട്. കുട്ടികൾ രണ്ടാളും നാട്ടിലായതുകൊണ്ട് അവരുടെ റൂം അത്രയ്ക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറില്ല. മെയിനായിട്ട് ഇന്ന് എനിക്ക് തീർക്കാനുള്ള ജോലി അതായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. എത്രയെല്ലാം ക്ലീൻ ചെയ്തിട്ടാലും എൻ്റെ ഇവിടെയുള്ള 2 കുട്ടികൾ അത് പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആക്കിത്തരും. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പതിയെ ഓരോന്ന് ചെയ്തെടുക്കണം. അവർ വരുന്ന സന്തോഷം കൊണ്ടായിരിക്കും എനിക്ക് എന്തെല്ലാം ചെയ്താലും മതിയാവാത്ത പോലെ തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും കഴിച്ചു. മോൻ്റെ വോയിസ് ഞാൻ വെറുതെ ഇതിലൊന്ന് ആഡ് ചെയ്തതാണ്. പാത്രങ്ങൾ കഴുകാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. രാവിലത്തെ പാത്രം കൂടി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഡിഷ് വാഷറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം പാത്രങ്ങൾ കാണുന്നത്. ഏതായാലും മെഷീൻ ഓൺ ആക്കുന്നതല്ലേ, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിയത്. പക്ഷെ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത് അപ്പോൾ ഉള്ള പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കുന്നതാണ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഷോളുകളൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്തത്. അതിനുശേഷം മോൻ്റെ അലമാരി ഒന്ന് ഒതുക്കാൻ വേണ്ടി നിന്നു. അവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ പഠിച്ച മദ്രസയിലെ ബുക്കുകളൊക്കെയാണ് ഞാൻ ഒഴിവാക്കുന്നത്. അതിനുശേഷം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.